ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ സിന്ധു തോമസ് അവതരിപ്പിച്ച കഥ, KR രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം സിന്ധു തോമസ് അവതരിപ്പിച്ച കഥ. കഥയുടെ പേര് തേൻ നെല്ലിക്ക. ക്ഷീണിച്ചവശനായി വരുന്ന മകൻ്റെ വരവും നോക്കി മാധവിയമ്മ ഉമ്മറത്ത് നിന്നു. ചെരുപ്പ് അഴിച്ചുവെച്ച് സുധി അച്ഛൻ്റെ പഴയ ചാരു കസേരയിലേക്ക് ചാഞ്ഞു. കുടിക്കാൻ എടുക്കട്ടെ മോനെ? മാധവിയമ്മ ചോദിച്ചു. സുധി തലയാട്ടുക മാത്രം ചെയ്തു. അമ്മ കൊണ്ടുവന്ന മോരും വെള്ളം അവൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. മുണ്ടിൻ്റെ അറ്റം കൊണ്ട് ചുണ്ടു തുടച്ചു. എന്തായി മോനെ, പോയ കാര്യം നടക്കുമോ? അവർ എന്തു പറഞ്ഞു? മാധവിയമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. കൃഷിക്കാരനാര് പെണ്ണ് തരാൻ അമ്മേ? വെറുതെ സമയം മെനക്കിട്ടു. സുധി കസരയിൽ നിന്ന് എണീറ്റ് മുറിയിലേക്ക് നടന്നു. മാധവിയമ്മ മകൻ്റെ പോക്കും നോക്കി തൂണിന്മേൽ ചാരി നെടുവീർപ്പിട്ടു. അവൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ. അവർക്ക് പ്രതിസന്ധികളിൽ ഒരു തണൽ നഷ്ടപ്പെട്ട പോലെ, ഉച്ചവെയിലിൽ തനിച്ചു നിൽക്കുന്നത് പോലെ. കൃഷിയും കന്നുകാലി വളർത്തലും കൊണ്ടാണ് മക്കളെ പഠിപ്പിച്ചതും ചെറുതെങ്കിലും അടിച്ചുറപ്പുള്ള വീട് വച്ചതുമൊക്കെ. ഒരു കുറച്ചിലും നാട്ടിലില്ലായിരുന്നു. കാലം പോണ പോക്ക്. 3 മക്കളാണ് മാധവിയമ്മയ്ക്ക്. ഭർത്താവ് കേശവൻ മരിച്ചിട്ട് വർഷം 10ആയി. മൂത്ത മക്കൾ 2 സർക്കാർ ജോലിക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കല്യാണങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടന്നു. ഇളയവൻ സുധി പക്ഷേ പഠിപ്പുണ്ടെങ്കിലും ജോലിക്ക് നോക്കിയില്ല. അവൻ്റെ അച്ഛനെപ്പോലെ കൃഷിപ്പണിയാണിഷ്ടം. കൃഷിക്കാരന് പെണ്ണ് കെട്ടാൻ പാടാണത്രേ. ഈ മേടത്തിൽ 34 കഴിയും. ഇനി എന്നാണ്? അവൻ്റെ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കൊക്കെ 2ഉം 3ഉം കുട്ടികളായി. അമ്മേ, ഞാൻ തൊഴുത്തിലേക്ക് ചെല്ലട്ടെ? സുധി വേഷം മാറി വന്നു. വൈകിട്ടത്തെ കറവയാണ്. തിണയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്ക് മഴ ചാറി. അമ്മ തൊപ്പിയുമായി വന്നപ്പോഴേക്ക് സുധി മഴയിലേക്കിറങ്ങി. അയാൾക്കപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. 2 നേരവും പശുക്കറവയുണ്ട്. തൊഴുത്തിൽ നിറയെ ചാണകമാണ്. തൂമ്പ കൊണ്ട് ചാണകം വടിച്ചു മാറ്റി പുൽത്തൊട്ടിയിലെ വൈക്കോൽ നേരെയിട്ട് കിടാവുകളെ അഴിച്ചു കുടിപ്പിച്ച് തിരികെ കെട്ടി. അകിട് കഴുകി പാത്രത്തിലേക്ക് കറന്നു തുടങ്ങി. പാൽ സൊസൈറ്റി വീടിനടുത്തുള്ളതിനാൽ ഒത്തിരി നടക്കേണ്ട. പശുവിനെ കറന്ന് തീറ്റിയും വെള്ളവും കൊടുത്തിട്ട് സുധി കുളിക്കാനായി കുളത്തിലേക്ക് നടന്നു. കുളിമുറി ഉണ്ടെങ്കിലും കുളത്തിലെ വെള്ളത്തിൽ നീന്തി കുളിക്കുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെ. അമ്മ അപ്പോഴും ഇറയത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. കുളി കഴിഞ്ഞു വന്നതും ചൂട് ചായയും നേന്ത്രപ്പഴം പുഴുങ്ങിയതും മേശപ്പുറത്ത് തയ്യാർ. സൊസൈറ്റിയിൽ പാൽ കൊടുത്തിട്ട് വൈകിട്ട് അല്പനേരം വായനശാലയിൽ പോകുന്ന ശീലം സുധിക്കുണ്ട്. തലേന്ന് വായിച്ചു തീർത്ത പുസ്തകവും പാൽ നിറച്ച പാത്രവും കയ്യിലെടുത്തു. വായനശാല ശബ്ദമുഖരിതമാണ്. പത്രം കയ്യിലെടുത്തെങ്കിലും വായനയിൽ ശ്രദ്ധിക്കാനാവുന്നില്ല. മഴ ശക്തമായിട്ടുണ്ട്. ഇടി മുഴങ്ങുന്നുമുണ്ട്. ചീട്ടുകളിക്കാരുടെ മേശയിൽ രാജാവും റാണിയും ഗുലാനും ആസം എല്ലാം ചേർന്ന് ആവേശത്തിര ഇളക്കുന്നു. സുധി ചെസ് കളിക്കുന്നവരെ നോക്കി. ചെസ് ബോർഡിലും രാജാവും റാണിയും ആനയും തേരും കാലാളുമെല്ലാം അണിനിരന്നിരിക്കുന്നു. ജീവിതം ഒരർത്ഥത്തിൽ ഒരു യുദ്ധം തന്നെയല്ലേ? പ്രത്യേകിച്ചും കർഷകൻ്റെ. കാലാൾ, വെറും കാലാൾ. വായനശാലയിൽ അവൻ്റെ സഹപാഠിയും കളിക്കൂട്ടുകാരനുമായ രമേശൻ നേരത്തെ ഹാജരായിട്ടുണ്ട്. ആ സുധി, ഇന്ന് പോയിട്ടെന്തായി? നടപടി വല്ലതും ഉണ്ടാകുമോ? ഉടനെ ഒരുപിടി ചോറുണ്ണാൻ ഞങ്ങൾക്ക് യോഗം കാണുമോ? പകുതി കളിയായി രമേശൻ ചോദിച്ചു. സുധി ഒന്ന് ചിരിച്ചതല്ലാതെ മറുപടി പറഞ്ഞതേയില്ല. നീ ഇത്ര പാവമായല്ലോ സുധി. നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞു. എന്നിട്ടും നമ്മൾ നോക്കി ഇപ്പോഴും പെണ്ണ് കിട്ടും. ഇത് നിൻ്റെ ഒരുതരം പഴയ മട്ടിലുള്ള രീതിയും വേഷവും. നീ ഈ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിപ്പിടി മോനെ. മൊബൈലിൻ്റെ സ്ക്രീനിൽ തോണ്ടി ഊറിയ ചിരിയോടെ രമേശൻ പറഞ്ഞു. സുധി കേൾക്കാത്ത മട്ടിൽ റാക്കുകൾക്കിടയിലൂടെ പുസ്തകം തേടിക്കൊണ്ടേയിരുന്നു. കുറേ തിരച്ചിലിന് ശേഷം അവൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ്റെ പുസ്തകം കയ്യിൽ തടഞ്ഞു. രമേശനോട് യാത്ര പറഞ്ഞ് ലൈബ്രറി രജിസ്റ്ററിൽ പേര് കുറിച്ച് സുധി വീട്ടിലേക്ക് നടന്നു. ആ സുധി, ഒന്ന് നിൽക്ക, ഒരു കാര്യം പറയാനാണേ. ലൈബ്രറിയിൽ നിന്നിറങ്ങി അല്പം മുൻപോട്ട് നടന്നതും പുറകിൽ നിന്ന് ഒരു വിളി. സുധി തിരിഞ്ഞു നോക്കി.
ദല്ലാൾ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ. ഞാൻ പറയുന്നതിലൊന്നും തോന്നരുത് കേട്ടോ. കുറച്ച് നാളായി പറയണമെന്ന് കരുതിയിട്ടാ. സാവകാശം ആലോചിച്ച് പറഞ്ഞാൽ മതി. നമ്മുടെ പരിചയത്തിലൊരു കുട്ടിയുണ്ടേ, ഒന്ന് കല്യാണം കഴിഞ്ഞതാ. അയാൾക്ക് ഷാപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടായിരുന്നില്ല. കുടി കൂടി ചങ്കും കരളും ഒന്നും ഇല്ലായിരുന്നു. പോയി. 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. പാവം, നല്ല കുട്ടിയാ. ടൗണിൽ തയ്യൽക്കട നടത്തിയാണ് അത് കുടുംബം പോറ്റുന്നേ. 28 വയസ്സേ ഉള്ളൂ. സുധിയുടെ കാര്യം പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറഞ്ഞില്ല ആ കുട്ടി. ജാതകപ്പൊരുത്തം ഉണ്ട്. സുധി ആകുമ്പോൾ പിന്നെ ദുശീലമൊന്നും ഇല്ലാലോ. ഇതാ കുട്ടിയുടെ ഫോട്ടോ. കൃഷ്ണൻകുട്ടി ദല്ലാൾ കക്ഷത്തിൽ തിരികെ ഡയറിയിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് സുധിക്ക് നേരെ നീട്ടി. കണ്ടാൽ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ട്. എന്നാലും ഒരു 2ാം കെട്ടുകാരി. തനിക്ക് താൻ ഒരുപാട് പഴകിപ്പോയോ എന്ന് അയാൾ സംശയിച്ചു. ഇല കൊഴിഞ്ഞ മരം പോലെ അയാൾ മരവിച്ച് നിന്നു. അമ്മയോട് ആലോചിച്ച് പറയാം. മറുത്തൊന്നും പറയാതെ നനഞ്ഞ ശബ്ദത്തിൽ സുധി പറഞ്ഞൊപ്പിച്ചു. മതി, ആലോചിച്ച സമയം പോലെ പറഞ്ഞാൽ മതി. കൃഷ്ണൻകുട്ടി ദല്ലാൾ നടന്നകുന്നു. അത്താഴ സമയത്ത് മുഖനായിരിക്കുന്ന മകനെ കണ്ട് മാധവിയമ്മ പതിവില്ലാതെ അമ്പരന്നു. സുധിക്ക് പ്രിയപ്പെട്ട വിഭവങ്ങളെല്ലാം ഉണ്ട്. നെല്ല് കുത്തിരിക്കഞ്ഞി, ചുട്ട പപ്പടം, കനലിൽ പൊള്ളിച്ചെടുത്ത് അമ്മിക്കല്ലിൽ അരച്ച തേങ്ങാ ചമ്മന്തി, കണ്ണിമാങ്ങ അച്ചാർ. കഞ്ഞിപ്പാത്രത്തിൽ സ്പൂണിട്ട് വരകുന്നതല്ലാതെ മകനൊന്നും കഴിക്കുന്നതേയില്ല. വിശപ്പില്ലമ്മേ. സുധി മതിയാക്കി എണീറ്റു. എന്തു പറ്റി എൻ്റെ കുഞ്ഞിന്? അമ്മയ്ക്ക് മകൻ്റെ ഭാവമാറ്റം മനസ്സിലായേയില്ല. എന്തോ ഒരു വിഷമം അവനുണ്ട്. കല്യാണമൊന്നും ശരിയാകാത്തതിൻ്റേതാവാം. മാധവിയമ്മയ്ക്കും ഒന്നും കഴിക്കാൻ തോന്നിയില്ല. മുറിയിൽ കടന്ന് സുധി അന്നെടുത്ത പുസ്തകം കയ്യിലെടുത്തു. വായിക്കാൻ തോന്നുന്നില്ല. കൃഷ്ണൻകുട്ടിച്ചേട്ടൻ്റെ വാക്കുകൾ ഇതുവരെ ദഹിച്ചിട്ടില്ല. ഇടയ്ക്കിടെ തികട്ടി. സുധി കിടക്കയിലേക്ക് തിരിഞ്ഞു നോക്കി. രാവിലെ വിരിച്ചതുപോലെ ചുളിവുകൾ വീഴാതെ. ഒരു നിമിഷം കൈകൾ അറിയാതെ മുഖത്തൂടെ നീങ്ങി. ചെറിയ ചുളിവുകൾ, മുടിയിൽ അങ്ങിങ്ങ് ചെറിയ വെള്ളിവരകൾ. ഇനി എന്നാണ് ഒരു കൂട്ട് തൻ്റെ ജീവിതത്തിലേക്ക്? ഉറക്കം നഷ്ടപ്പെട്ടൊരു രാത്രി. നിലാവുണ്ട്. സുധി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ആകാശത്തെ വെൺമേഘങ്ങൾ അവ്യക്തമായ ചിത്രങ്ങൾ വരയ്ക്കുന്നു. നിലാവ് വരച്ച നിഴൽ ചിത്രങ്ങൾ കാറ്റിൽ മാഞ്ഞും വീണ്ടും വരച്ചും ഒരു കളിയിലെന്ന പോലെ. നിഴലും നിലാവും ചേർന്ന ഒളിച്ചുകളി. കോഴി കൂവുന്നത് കേട്ടപ്പോഴാണ് താൻ ഈ രാത്രി ഉറങ്ങിയിട്ടില്ലെന്ന് അവൻ തിരിച്ചറിയുന്നത്. പിറ്റേന്ന് വൈകിട്ട് പതിവ് പോലെ വീണ്ടും വായനശാലയിലേക്ക്. രമേശിനെ ഒന്ന് കാണണം. കൃഷ്ണൻകുട്ടിച്ചേട്ടാ പറഞ്ഞ കാര്യം സുധി മടിച്ച് രമേശിനോട് പറഞ്ഞു. നല്ല ആലോചനയാ സുധി. ഞാനാണ് കൃഷ്ണൻകുട്ടിച്ചേട്ടനോട് നിൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ അറിയുന്ന കുട്ടിയാണ്. ഒരു 2ാം കെട്ട്, അതും 2 കുഞ്ഞുങ്ങൾ. സുധിക്ക് വാക്കുകൾ വിക്കി. അതിന് ദിനേശ് വിട്ടില്ല. എത്ര ആലോചനകൾ വന്നു, ഒരു തീർപ്പുണ്ടായോ? ഇതാകുമ്പോൾ നിനക്ക് പരിഷ്കാരം കുറവാ, ജോലിയില്ല, ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. പണ്ടത്തെ കാലം പോലെ ഒന്നും അല്ല ഇപ്പോൾ. വീടുകളിൽ നിറയെ പെൺകുട്ടികളുണ്ടായിരുന്ന കാലമൊക്കെ മാറി. ഉള്ള പെൺകുട്ടികളാകട്ടെ ജോലിയുള്ള ചെറുപ്പക്കാരെ മതി. വയറ് നിറച്ച് ഉണ്ണണേ കൃഷിക്കാരൻ വേണം. പക്ഷേ പെണ്ണാലോചിച്ച് ചെന്നാൽ കൃഷിക്കാരൻ പയ്യനെ ആർക്കും വേണ്ട. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് മോനെ നമ്മൾ നേരത്തെ ലൈൻ സെറ്റാക്കിയ കുടുംബമായത്. നീ എന്തായാലും അമ്മയോട് ഇന്ന് തന്നെ കാര്യം പറ. രമേശൻ പറഞ്ഞു നിർത്തി. പതിവ് പോലെ അത്താഴത്തിനിരുന്നപ്പോൾ സുധി മടിച്ച് കാര്യം പറഞ്ഞു. കേട്ടതും മാധവിയമ്മ ചാടി എണീറ്റു. നടക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ. അതും ഒരു 2ാം കെട്ടുകാരി. കണ്ടവൻ്റെ കുഞ്ഞുങ്ങളെ ഈ മുറ്റത്ത് ഓടിക്കളിക്കാൻ ഞാൻ സമ്മതിക്കൂല. സ്പൂൺ പാത്രത്തിലേക്ക് വീഴുന്ന ശബ്ദം ഇടിമുഴക്കം പോലെ. മൂക്ക് പിഴിഞ്ഞ് ഉടുമുണ്ടിൽ തുടച്ചവർ അടുക്കളവാതിൽ പോലും അടയ്ക്കാതെ കിടപ്പുമുറിയിലേക്ക്. ടക്ക്. കിടപ്പുമുറിയുടെ വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദം. പൊതുവെ നിശബ്ദമായിരുന്ന വീട് ഒച്ചയനക്കങ്ങൾ തീരെയില്ലാതെ എത്ര പെട്ടെന്നാണ് മാറിപ്പോയതെന്ന് സുധി വേദനയോടെ ഓർത്തു. പിറ്റേന്ന് മുതൽ മാധവിയമ്മ സുധിയോട് തീരെ മിണ്ടാതായി. സുധിക്ക് അമ്മയുടെ മൗനം അസഹ്യമായി തോന്നി തുടങ്ങി. വായിക്കാനെടുത്ത പുസ്തകം ഒരു വരി പോലും വായിക്കാനാവാതെ അവൻ്റെ മേശമേൽ വിശ്രമം കൊണ്ടു. ദിവസങ്ങളങ്ങനെ മുൻപോട്ട്. രമേശിനോട് മാത്രം അവൻ ഇടയ്ക്കിടെ മനസ്സ് തുറന്നു. എല്ലാം ശരിയാകൂടാ, രമേശൻ സുധിയുടെ തോളിൽ തട്ടിക്കൊണ്ടു പറഞ്ഞു. ആ ദിവസങ്ങളിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ചേട്ടന്മാരും ചേട്ടത്തിമാരും കുഞ്ഞുങ്ങളും തറവാട്ടിലേക്ക്. വീടാകെ ഉണർന്നതുപോലെ. തളം കെട്ടിനിന്ന നിശബ്ദത പൊട്ടിച്ചിരികൾക്കും ഉറക്കെയുള്ള സംസാരങ്ങൾക്കും വഴിമാറിയ ദിവസങ്ങൾ. 2 ദിവസത്തെ കൂടിച്ചേരലുകൾക്ക് ശേഷം അവർ യാത്രയായി. വീട് വീണ്ടും മൂഹം. അന്ന് രാത്രി സുധിക്ക് പ്രിയപ്പെട്ട വിഭവങ്ങളുണ്ടാക്കി മാധവിയമ്മ കാത്തിരുന്നു.
ഊണുമേശയ്ക്കരികെ അമ്മയെ പതിവില്ലാതെ കണ്ടതും സുധി അമ്പരന്നു. ചൂടുകഞ്ഞി അവൻ്റെ പാത്രത്തിലേക്ക് പകർത്തി പ്രസന്നമായ മുഖത്തോടെ മാധവിയമ്മ പറഞ്ഞു, എനിക്ക് സമ്മതമാ. ഞാനായി ഇനി ഒന്നിനും എതിര് നിൽക്കൂല. നിന്റെ ചേട്ടന്മാരെ വിളിച്ചു വരുത്തിയത് ഞാനാ. ഞാൻ ഇനി അധികകാലമൊന്നും ഉണ്ടാവില്ല. എൻ്റെ കണ്ണടഞ്ഞാൽ എൻ്റെ കുട്ടിക്കൊരു കൂട്ടു വേണം. അതാരായാലും നിന്നെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. നിന്റെ ചേട്ടന്മാരും അന്വേഷിച്ചു. നല്ല കുട്ടിയെന്ന് അവരും പറഞ്ഞു. ആ കുട്ടികൾ ഇനി നമ്മുടെ മുറ്റത്ത് കളിച്ചു വളരട്ടെ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എല്ലാവരെയും കാത്തോളണേ. മാധവിയമ്മയുടെ മിഴികൾ പാതി കൂമ്പി. സുധിയുടെ മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു. മുറ്റവും തൊടിയും ചുറ്റി ഒരു കുളിർക്കാറ്റടിച്ചു. 2 ജീവിതങ്ങളിൽ നിലാവുദിച്ചു. രാത്രി ഒരു നവവധുവിനെ പോലെ നാണം പൂണ്ട് ചിരിച്ചു. അത്താഴത്തിന് ശേഷം സുധി മുറിയിലെത്തി. വായിക്കാനെടുത്ത ശേഷം മടക്കി വച്ച പുസ്തകം മേശമേൽ തൻ്റെ വരവും കാത്ത് സ്വസ്ഥമായ മനസ്സോടെ സുധി പുസ്തകം കയ്യിലെടുത്തു. ആദ്യത്തെ വരികൾ വായിക്കുവാൻ തുടങ്ങി. കടലിന് കറുത്ത നിറമായിരുന്നു. ഒരു കൊട്ടാരവും ഒരു മഹാനഗരവും വിഴുങ്ങിക്കഴിഞ്ഞിട്ടും വിശപ്പടങ്ങാത്ത തിരകൾ തീരത്ത് തല തല്ലിക്കൊണ്ടലറി. 2-ാം ഊഴം. എന്നും പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ നോവലിലൂടെ രാവേറും വരെ അയാൾ. തേൻ നെല്ലിക്ക സിന്ധു തോമസ് അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഇനി KR രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം. ആദ്യ കവിത വിമുഖനാകുന്നു. മാതാവിനുദരത്തിലൊരു ബിന്ദുവായി ചേതനയാർന്ന സ്വരൂപമായി വളർന്നു ഞാൻ. ഭൂതലം തൊട്ടു പ്രകൃതിയുടെ കരലാളനമേറ്റു. മാതാവും താതനുമേകിയ തണലിൽ ഞാനൊരു പുരുഷനായി. മാതാവിനുദരത്തിലൊരു ബിന്ദുവായി ചേതനയാർന്ന സ്വരൂപമായി വളർന്നു ഞാൻ. ഭൂതലം തൊട്ടു പ്രകൃതിയുടെ കരലാളനമേറ്റു. മാതാവും സാധനുമേകിയ തണലിൽ ഞാനൊരു പുരുഷനായി. പൂർവദിക്കിലുദിച്ചുയർന്ന സൂര്യതേജസ് പശ്ചിമാംബരം രക്തവർണമാക്കി പിന്മടക്കം. ആകാശ നീലിമയിൽ നക്ഷത്രത്തിളക്കം. ഭൂമിയുടെ നിമ്നോന്നതങ്ങളിൽ ചാന്ദ്രരശ്മികൾ. മാമലകൾ, താഴ്വാരങ്ങൾ, തഴുകിയൊഴുകുന്ന കുളിർനിർച്ചരികൾ, പുഴകൾ, കായലുകൾ. ഈ മനോഹര ഭൂമിയോട് വിട പറയാൻ വിമുഖനാകുന്നു. പൂർവദിക്കിൽ ഉദിച്ചുയർന്ന സൂര്യതേജസ് പശ്ചിമാംബരം രക്തവർണമാക്കി പിന്മടക്കം. ആകാശ നീലിമയിൽ നക്ഷത്രത്തിളക്കം. ഭൂമിയുടെ നിമ്നോന്നതങ്ങളിൽ ചാന്ദ്രരശ്മികൾ. മാമലകൾ, താഴ്വാരങ്ങൾ, തഴുകിയൊഴുകുന്ന കുളിർനിർജരികൾ, പുഴകൾ, കായലുകൾ. ഈ മനോഹര ഭൂമിയോട് വിട പറയാൻ വിമുഖനാകുന്നു. മരതകപ്പട്ടണിഞ്ഞ മഞ്ഞണി മാമലകൾ, ഗിരിനിരകളിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ വരയാടുകൾ. വനസമൃദ്ധിയായി നിരനിരയായി നിറയുന്നു മാനസം. കാട്ടുകുറിഞ്ഞി പൂക്കളുടെ മന്ദഹാസം, കാട്ടരുവികളുടെ കളകളാരവങ്ങൾ, കിളികളുടെ കളകൂജനം, കുഞ്ഞാറ്റ കിളികളുടെ ചിറകടികൾ. ഈ മനോഹര ഭൂമിയോട് വിട പറയാൻ വിമുഖനാകുന്നു. മരതകപ്പട്ടണിഞ്ഞ മഞ്ഞണി മാമലകൾ, ഗിരിനിരകളിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ വരയാടുകൾ. വനസമൃദ്ധിയായി നിരനിരയായി നിറയുന്നു മാനസം. കാട്ടുകുറിഞ്ഞി പൂക്കളുടെ മന്ദഹാസം, കാട്ടരുവികളുടെ കളകളാരവങ്ങൾ, കിളികളുടെ കളകൂജനം, കുഞ്ഞാറ്റ
കിളികളുടെ ചിറകടികൾ ഈ മനോഹര ഭൂമിയോട് വിട പറയാൻ വിമുഖനാകുന്നു. തേയിലത്തളിരിലകളിൽ ഭാനുമാൻ സ്വർണവർണ്ണങ്ങളായി സ്വച്ഛന്തമായി വിഹരിക്കുന്ന മാൻപേടകൾ, പീലി വിടർത്തിയാടുന്ന മയിലുകൾ, നീലവാനിൽ നിറമാല തീർക്കുന്ന നീരദസന്ധ്യകൾ, തൂലിക തുമ്പിലൂടുണരുന്ന അക്ഷര പൂത്തിരികൾ, മനോന്മയ ഗാന നിർജ്ജരികൾ, സംഗീത സദസ്സുകൾ. തേയില തളിരിലകളിൽ ഭാനുമാൻ സ്വർണവർണ്ണങ്ങളായി സ്വച്ഛന്തമായി വിഹരിക്കുന്ന മാൻപേടകൾ, പീലി വിടർത്തിയാടുന്ന മയിലുകൾ, നീലവാനിൽ നിറമാല തീർക്കുന്ന നീരദസന്ധ്യകൾ, തൂലിക തുമ്പിലൂടുണരുന്ന അക്ഷര പൂത്തിരികൾ, മനോന്മയ ഗാന നിർജ്ജരികൾ, സംഗീത സദസ്സുകൾ. ഈ മനോഹര ഭൂമിയോട് വിട പറയാൻ വിമുഖനാകുന്നു. നിറയൗവനം പ്രണയമധുരം പൂനിലാവ്, നിറകതിർക്കുലകൾ നിറദീപം നിറയുന്ന സ്വപ്നജാലകം, കരിമിഴിയിണകളിൽ പൂവണിയുന്ന കനവുകൾ, കരിമുകിൽ തിരകളിൽ മിന്നലാട്ടം, ശബ്ദഘോഷം, ആകാശവിതാനത്തിൽ ചിത്രം വരയ്ക്കുന്ന വെൺമേഘത്തുണ്ടുകൾ, ആഴിത്തിരകളിൽ വെണ്ണുരയായി വെള്ളി കൊലുസുകൾ. ഈ മനോഹര ഭൂമിയോട് വിട പറയാൻ വിമുഖനാകുന്നു. നിറയൗവനം പ്രണയമധുരം പൂനിലാവ്, നിറകതിർക്കുലകൾ നിറദീപം നിറയുന്ന സ്വപ്നജാലകം, കരിമിഴയിണകളിൽ പൂവണയുന്ന കനവുകൾ, കരിമുകിൽ തിരകളിൽ മിന്നലാട്ടം, ശബ്ദഘോഷം, ആകാശ പിതാനത്തിൽ ചിത്രം വരയ്ക്കുന്ന വെൺമേഘത്തുണ്ടുകൾ, ആഴിത്തിരകളിൽ വെണ്ണുരയായി വെള്ളി കൊലുസുകൾ. ഈ മനോഹര ഭൂമിയോട് വിട പറയാൻ വിമുഖനാകുന്നു. ഈ സനാതന മഹിമകൾ കഭിവാദ്യമേകുന്നു. അവസാനമായി കേരളം വാഴുക. സാംസ്കാരിക കേരളം വാഴുക, പ്രബുദ്ധ കേരളം വാഴുക, സമ്പൂർണ്ണ സാക്ഷര കേരളം വാഴുക. നൂറ്റാണ്ടുകളായി ചാതുർവർണ്ണ്യത്തിൻ്റെ പീഡനം താടനം, വഴി നടക്കാൻ പാടില്ല, മാറുമറയ്ക്കുവാൻ പാടില്ല പെണ്ണാള്. കുഞ്ഞുങ്ങൾക്ക് നല്ല പേരിടാൻ നല്ല വാക്കോതുവാൻ പാടില്ല, പാലമുറയ്ക്കുവാൻ കരുവായ്ത്തീർന്ന മാതാക്കൾ, മടവീണ വയൽ വരമ്പിൽ തടയണയായിത്തീർന്ന മനുഷ്യക്കൂലങ്ങൾ, അക്ഷരമെന്തെന്നറിയാതുഴറിയൂർ പ്രാന്താലയമെന്ന പേരിനുടമയായൊരിടം. നൂറ്റാണ്ടുകളായി ചാതുർവർണ്ണ്യത്തിൻ്റെ പീഡനം താടനം, വഴി നടക്കാൻ പാടില്ല, മാറുമറയ്ക്കുവാൻ പാടില്ല പെണ്ണാള്. കുഞ്ഞുങ്ങൾക്ക് നല്ല പേരിടാൻ നല്ല വാക്കോതുവാൻ പാടില്ല, പാലമുറയ്ക്കുവാൻ കരുവായ്ത്തീർന്ന മാതാക്കൾ, മടവീണ വയൽ വരമ്പിൽ തടയണയായിത്തീർന്ന മനുഷ്യക്കോലങ്ങൾ, അക്ഷരമെന്താന്നറിയാതുഴറിയൂർ പ്രാന്താലയമെന്ന പേരിനുടമയായൊരിടം. വൈകുണ്ഠസ്വാമികളും ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പിയും മന്നവും മക്തിത്തങ്ങളും കുമാരഗുരുവും ചാവറയച്ചനും കൊളുത്തിവെച്ച ദീപങ്ങൾ തെളിഞ്ഞു ഹൃദയങ്ങളിൽ. നമ്മൾ മലയാളികൾ മാനവരായി. വൈകുണ്ഠസ്വാമികളും ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പിയും മന്നവും മക്തിത്തങ്ങളും കുമാരഗുരുവും ചാവറയച്ചനും
കൊളുത്തിവെച്ച ദീപങ്ങൾ. തെളിഞ്ഞു ഹൃദയങ്ങളിൽ നമ്മൾ മലയാളികൾ മാനവരായി. അക്ഷരത്തിരികൾ ജ്വലിച്ചു മനസ്സിൻ്റെ അത്യഗാധ ഗർത്തങ്ങളിൽ. അഗ്നി പടർന്നു പാടത്ത് പണിശാലയിൽ. പകലിരവ് വേല ചെയ്ത തൊഴിലാളർ സംഘടിതരായി മണ്ണിനുടമകളായി. നമ്മൾ മലയാളികൾ മനുഷ്യരായി. അക്ഷര തിരികൾ ജ്വലിച്ചു മനസ്സിൻ്റെ അത്യഗാധഗർത്തങ്ങളിൽ. അഗ്നി പടർന്നു പാടത്ത് പണിശാലയിൽ. പകലിരവ് വേല ചെയ്ത തൊഴിലാളർ സംഘടിതരായി മണ്ണിനുടമകളായി. നമ്മൾ മലയാളികൾ മനുഷ്യരായി. വിദ്യ തേടി വിദേശ രാജ്യങ്ങളിൽ വിഹരിച്ചവരേകിയ വിദേശ നാണ്യം നാട്ടിൻ പുറങ്ങളിൽ സമൃദ്ധമായി പെയ്തിറങ്ങി. നാടിൻ മുഖഛായ മാറ്റിമറിച്ചു ഹരിത വിപ്ലവം. പട്ടിണി കരുതി വരുത്തി കേരളം ഒന്നാമതായി. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി. വിദ്യ തേടി വിദേശ രാജ്യങ്ങളിൽ വിഹരിച്ചവരേകിയ വിദേശ നാണ്യം നാട്ടിൻ പുറങ്ങളിൽ സമൃദ്ധമായി പെയ്തിറങ്ങി. നാടിൻ മുഖഛായ മാറ്റിമറിച്ചു ഹരിത വിപ്ലവം. പട്ടിണിക്കരുതി വരുത്തി കേരളം ഒന്നാമതായി. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി. പുത്തൻ മടിശീല വീർത്തു തുടങ്ങി. ജാതി മതാന്ധത മനസ്സുകളിൽ കുടിയേറി. അതിഥി തൊഴിലാളികൾ നാടും നഗരവും നിറഞ്ഞു. മദ്യം മയക്കുമരുന്ന് മാധ്യമലോപികൾ തെരുവുകൾ പങ്കിലമാക്കി. പീഡനങ്ങൾ ആത്മഹത്യകൾ കൊലപാതകങ്ങൾ തിടം വച്ച അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ വിടകവും നാടുമിന്ന് അസ്വസ്ഥമാക്കി. നമ്മൾ മാനവരാണെന്ന ബോധവും കെട്ടുപോയി. പുത്തൻ മടിശീല വീർത്തു തുടങ്ങി. ജാതി മതാന്ധത മനസ്സുകളിൽ കുടിയേറി. അതിഥി തൊഴിലാളികൾ നാടും നഗരവും നിറഞ്ഞു. മദ്യം മയക്കുമരുന്ന് മാധ്യമലോപികൾ തെരുവുകൾ പങ്കിലമാക്കി. പീഡനങ്ങൾ ആത്മഹത്യകൾ കൊലപാതകങ്ങൾ തിടം വെച്ച അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ വീടകവും നാടുമിന്ന് അസ്വസ്ഥമാക്കി. നമ്മൾ മാനവരാണെന്ന ബോധവും കെട്ടുപോയി. കേൾവി കേട്ട കേരള മക്കൾ നമ്മൾ ജൈവതാളം പ്രപഞ്ചതാളമെന്നറിയുക. യാന്ത്രിക താളത്തിനടിമകളാവാതിരിക്കുക. ജ്ഞാനവിജ്ഞാന സംജാനമാർജിക്കുക. ജ്ഞാനസമൂഹമായി മാറുക. നവകേരള സൃഷ്ടിക്കായി മനുഷ്യരായി മാറുക. കേൾവി കേട്ട കേരള മക്കൾ നമ്മൾ ജൈവതാളം പ്രപഞ്ചതാളമെന്നറിയുക. യാന്ത്രിക താളത്തിനടിമകളാവാതിരിക്കുക. ജ്ഞാനവിജ്ഞാന സംജ്ഞാനമാർജിക്കുക. ജ്ഞാനസമൂഹമായി മാറുക. നവകേരള സൃഷ്ടിക്കായി മനുഷ്യരായി മാറുക. KR രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതകൾ, സിന്ധു തോമസ് അവതരിപ്പിച്ച കഥ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 8 മണിക്ക്.